ഹായ് മക്കൾസ്, നമ്മുടെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ, അതായത് സമ്പദ് ശാസ്ത്ര ചിന്തകർ എന്നുള്ള അല്ലെങ്കിൽ എക്കണോമിക് തോട്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇത് നാളത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വെറും 3-4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്തൊക്കെയാണ് സാറെ പഠിപ്പിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ചോർച്ച സിദ്ധാന്തമാണ്, ഡ്രെയിൻ തിയറിയാണ്. ചോർച്ച സിദ്ധാന്തത്തെ പറ്റി പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ ചോർച്ച സിദ്ധാന്തത്തെ പറ്റി പഠിക്കുമ്പോൾ അതാരാണ് കൊണ്ടുവരുന്നത്? അത് ദാദാഭായ് നവറോജി എന്ന് മനസ്സിലാക്കാം. ദാദാഭായ് നവറോജി പറയുന്നത് നമ്മുടെ സമ്പത്ത്, നമ്മുടെ വെൽത്ത് മുഴുവൻ ആര് കൊണ്ടുപോകാണെന്നാണ് പറയുന്നത്? ബ്രിട്ടീഷുകാർ. എങ്ങനെയൊക്കെയാണ്? അതായത് ഹൈ സാലറി ആയിരുന്നു, ഉയർന്ന സാലറി കൊടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ നമ്മൾ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. നമ്മളവിടുത്തെ പല കാര്യങ്ങളും അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി. നമ്മുടെ റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കളൊക്കെ തുച്ഛമായ വില തന്നു, വളരെ ചെറിയ വില തന്നിട്ടായിരുന്നു അവർ കൊണ്ടുപോയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ നന്നായിട്ട് ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോർച്ച സിദ്ധാന്തത്തിലൂടെ ദാദാഭായ് നവറോജി വ്യക്തമാക്കി തരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ് SP ഒരു അടിയിലൊരു വര സഹദ്. അതിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാം. ഫോളോ ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും സ്റ്റഡി ടിപ്സുകൾ, മോട്ടിവേഷനുകൾ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞുതരും. SP അടിവര സഹദ്, അടിയിലൊരു വര കേട്ടോ. ഓക്കെ, അപ്പം 3 എക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജിയുടെ എക്കണോമിക് ഐഡിയാസ് ആണ് ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ എക്കണോമിക് ഐഡിയാസ്. ഗാന്ധിജി 4 എക്കണോമിക് ഐഡിയാസ് ഉണ്ട്. ഒന്ന്, റൂറൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതായത് ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകാൻ പറയുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് ആൻ എക്കണോമിക് ബിൽറ്റ് ഓഫ് ഇക്വാലിറ്റി, അതായത് സമത്വത്തിൽ അടിയുറച്ച വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയായിരിക്കണം സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്, അതായത് സ്വയം പര്യാപ്തത കൊണ്ടുവരണം. ഇതാണ് ഗാന്ധിജിയുടെ എക്കണോമിക് ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്. ഇനി ഈ ബുക്കുകളൊക്കെ പഠിച്ചു വെക്കുക. ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ആരുടേതാണ്? അത് കാൾ മാർക്സ് ആണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണ്? അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, അത് ആൽഫ്രഡ് മാർഷൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ബുക്കുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആഡം സ്മിത്തിൻ്റെ കാര്യങ്ങൾ, ആഡം സ്മിത്തിൻ്റെ തിയറി, അങ്ങനെ എന്ത് ചെയ്യുക? പലരുടെയും തിയറീസൊക്കെ എന്ത് ചെയ്യുക? തിയറീസൊക്കെ പഠിച്ചു പോവാം. ഓക്കെ ആണോ മക്കളെ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? സെറ്റായി, ഹാപ്പിയായി. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യണം? എക്സാം എഴുതണം. അപ്പോൾ മക്കളെ പിന്നെ തിയറി പഠിച്ചു വെക്കണം. തിയറി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഷെഫിയർ തിയറി ആരുടേതാണ്? അത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്താണ്? ഇൻഡിവിജ്വൽ ഫ്രീഡം, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാൾ മാർക്സ് തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞ ആളാരാണ്? അത് കാൾ മാർക്സ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അർത്ഥശാസ്ത്ര ചാണക്യൻ്റെത്, അങ്ങനെ കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 3-4 മിനിറ്റിനുള്ളിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാക്കി തരും. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എസെൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എന്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ. അതും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 7 സെറ്റ്. ഓക്കെ ആണോ മക്കളെ? ഹാപ്പി അല്ലേ? അപ്പോൾ എക്സാം അടിച്ചു പൊളിക്കുക, ഉഷാറാക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ.